Hi all, welcome to Competitive Cracker. ഇന്ന് CSIR നെറ്റ് ഫിസിക്സിലെ ഒരു PYQ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഫറിയർ സീരീസിൽ നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വേഗം ക്വസ്റ്റ്യനിലേക്ക് പോവാം. A periodic function f of x is equal to x for minus pi less than x less than pi has the Fourier series representation f of x is equal to sigma n equal to 1 to infinity minus 2 by n minus 1 raised to n sin nx. Using this, one finds the sum sigma n equal to infinity n raised to minus 2 to b. അതായത് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത് മൈനസ് പൈക്കും പോസിറ്റീവ് പൈക്ക് ഇടയിലാണ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഫറിയർ സീരീസ് റെപ്രസെന്റേഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്. ഈ ഒരു ഫോമിലാണ് ഈ ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഫറിയർ സീരീസ് റെപ്രസെന്റേഷൻ ആണ് ഈ തന്നിട്ടുള്ളത്. ഇവിടെ ഈ ഒരു റെപ്രസെന്റേഷൻ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി n റേസ് ടു മൈനസ് 2 അല്ലെങ്കിൽ 1/n², അതിൻ്റെ സമ്മേഷൻ, ആ വാല്യൂ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത്. എപ്പോഴും ഫറിയർ സീരീസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഫംഗ്ഷൻ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഒരു ഓഡ് ഫംഗ്ഷൻ ആണോ ഈവൻ ഫംഗ്ഷൻ ആണോ എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്തിട്ട് വേണം നമുക്കതിലെ ഫറിയർ സീരീസിൽ വരുന്ന കോഎഫിഷ്യൻസ് ഉണ്ട്, ആ കോഎഫിഷ്യൻസിൽ ഏതൊക്കെയാണ് 0 ആയി പോകുന്നത് എന്നൊക്കെ ഡിസൈഡ് ചെയ്യണമെങ്കിൽ ഇത് ഈവൻ ആണോ ഓഡ് ആണോ എന്നുള്ളത് അറിയണം. എന്താണ് ഒരു ഈവൻ ഫംഗ്ഷൻ? ഒരു ഈവൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ എക്സ് ഉണ്ടാവും. ആ എക്സിനെ റീപ്ലേസ് ചെയ്ത് മൈനസ് എക്സ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഫംഗ്ഷൻ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. മാറ്റം ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഈവൻ ഫംഗ്ഷൻ ആണ്. അതായത് എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നതും നമ്മളുടെ കയ്യിലുള്ള എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും ഈക്വൽ ആണെങ്കിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. ഇനി അതേസമയം ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അതായത് എക്സ് മാറ്റി മൈനസ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വൽ എഫ് ഓഫ് എക്സിന്റെ ഒരു നെഗറ്റീവോട് കൂടിയ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ നെഗറ്റീവ് ഇട്ടാലും അവിടെ ചേഞ്ച് ഇല്ല. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഒരു നെഗറ്റീവ് സൈൻ ഇടുമ്പോൾ ഫംഗ്ഷന് ഒരു നെഗറ്റീവോട് കൂടിയ ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആണ്. ഓക്കെ, അപ്പോൾ അത് ആദ്യം നമുക്ക് ഈവൻ ആണോ ഓഡ് ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. ഇനി എന്ത് ചെയ്യണം? ഈ എക്സിന്റെ സ്ഥാനത്ത് എഫ് ഓഫ് എക്സ് വേറെ ഏത് ഫംഗ്ഷൻ ആണെങ്കിലും എക്സ് വരുന്ന ഭാഗത്തൊക്കെ മൈനസ് എക്സ് ഒന്ന് ഇട്ട് നോക്കുക. അതായത് എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായി? ഇവിടെ എക്സ് വരുന്നത് ഈ ഒരു ഓൾറെഡി എക്സ് തന്നെയാണ് അവിടുത്തെ ഫംഗ്ഷൻ. അപ്പോൾ ഇത് മൈനസ് എക്സ് ആകുമ്പോൾ ഈ എക്സ് എന്ന് പറയുന്നതിന്റെ പകരം നമ്മൾ മൈനസ് എക്സ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ മൈനസ് എക്സ് എന്നാണ് നമുക്ക് കിട്ടിയത്. എഫ് ഓഫ് എക്സ് എക്സ് ആണ്. എഫ് ഓഫ് മൈനസ് എക്സ് ചെയ്തപ്പോഴോ മൈനസ് എക്സ് കിട്ടി. അതിനർത്ഥം ഈ മൈനസ് എക്സ് എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണ്. അപ്പം നമുക്ക് മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയാം. ഓക്കെ, അതായത് എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് കിട്ടി. അതിനർത്ഥം ഇതൊരു ഓഡ് ഫംഗ്ഷൻ ആണ്. ഓഡ് ഫംഗ്ഷന്റെ കണ്ടീഷൻ ആയിരുന്നു സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എക്സ് എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. അതായത് എക്സ് ഇസ് ഈക്വൽ ടു an odd ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇതാദ്യം ചെക്ക് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഫറിയർ സീരീസിൽ നമ്മൾ പാർസെവൽസ് ഐഡന്റിറ്റി ഒരു ഇക്വേഷൻ ഉണ്ട്, അത് ഉപയോഗിച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. എന്താണ് പാർസെവൽസ് ഐഡന്റിറ്റി പറയുന്നത്? 1/π ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ടി എക്സ് ഇസ് ഈക്വൽ ടു a0² / 2 പ്ലസ് സിഗ്മ n is equal to 1 to infinity an² പ്ലസ് bn². അത് കോഎഫിഷ്യൻസിന്റെ എല്ലാത്തിൻ്റെയും സ്ക്വയർ ചെയ്തിട്ടുള്ള സം. ഇത് ഫ്രീക്വൻസി ഡൊമൈനിലും ഇത് ടൈം ഡൊമൈനിലും ഉള്ള കാൽക്കുലേഷൻ ആണ്. അത് രണ്ടും ഈക്വൽ ആണെന്നാണ് പാർസെവൽസ് ഐഡന്റിറ്റി പറയുന്നത്. അപ്പോൾ ഇതാണ് പാർസെവൽസ് ഐഡന്റിറ്റി ഇക്വേഷൻ. പാർസെവൽസ് ഐഡന്റിറ്റി. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾക്കറിയാം ഓഡ് ഫംഗ്ഷൻ ആണ്. തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഓഡാണോ ഇവനാണോ ചെക്ക് ചെയ്തു. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് നേരെ പറയാം a0യും an എന്ന് പറയുന്ന കോഎഫിഷ്യൻസ് എല്ലാം 0 ആയിരിക്കും. ഫോർ an odd function
A0 ഈക്വൽ ടു 0 ആണ്, AN ഈക്വൽ ടു 0 ആണ്. അപ്പോൾ A0യും ANും 0 ആയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് എന്താണ്? ദിസ് 1/π ഇൻ്റഗ്രൽ -π to π f(x) ഹോൾ സ്ക്വയർ dx is equal to bn സ്ക്വയർ എന്ന് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ആ ഇക്വേഷനെ bn സ്ക്വയറിലേക്ക് റെഡ്യൂസ് ചെയ്തു. നമുക്ക് ഓൾറെഡി ഇവിടെ ഫറിയർ സീരീസിൻ്റെ ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ആ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു bn മാത്രമേ ഇനി ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളൂ. അതായത് x എന്ന് പറയുന്ന ഫംഗ്ഷനിൽ bn ടേംസ് മാത്രമേ ഇനി പ്രസന്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫറിയർ സീരീസ് എന്ന് പറയുന്നത്, ഫറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ ഈ തന്നിരിക്കുന്നത് bn തന്നെയാണ്. അതായത് A0യും ANും 0 ആണെന്ന് നമുക്കറിയാം, ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട്. അതുകൊണ്ട് ഈ തന്നിരിക്കുന്നത് bnന് ഈക്വൽ ആണ്. അപ്പോൾ bn എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? bn is equal to എന്താ? സിഗ്മ n is equal to 1 to infinity -2/n -1 ഹോൾ റേസ് ടു n എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഈ സൈൻ nx എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആയിട്ടും മാറും. ഓക്കെ, അപ്പോൾ bn നമുക്ക് കിട്ടി. ഇനി വേണ്ടത് പാർസെവൽസ് ഐഡന്റിറ്റിയിൽ നമ്മളുടെ f(x) എന്താണ്? x ആണ്. f(x)ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പിന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ bn സ്ക്വയർ ആണുള്ളത്. അപ്പോൾ ഈ bnന്റെ വാല്യൂ ഇതിന് സ്ക്വയർ ചെയ്തിട്ട് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്തായിരുന്നു? 1/π ഇൻ്റഗ്രൽ -π to π f(x) ദ ഹോൾ സ്ക്വയർ ആയിരുന്നു. അപ്പോൾ x ദ ഹോൾ സ്ക്വയർ dx എന്ന് എഴുതാം. x² dx എന്ന് എഴുതിയാൽ മതി. ഇതാദ്യം നമുക്ക് LHS ആദ്യം ഒന്ന് സോൾവ് ചെയ്തിട്ട് നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോവാം. ഈ ഇൻ്റഗ്രൽ x² എന്ന് പറയുമ്പോൾ അത് x³ ഓൾറെഡി 1/π ഉണ്ട്. x³/3 ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ. ഇറ്റ് ഈസ് -π പോസിറ്റീവ് π dx ആണ്. dx ഓൾറെഡി കഴിഞ്ഞു. ഇനി 1/π എക്സിന് പകരം ആദ്യം അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുക. π³/3 -π³/3 which is equal to 1/π -π the whole cube എന്ന് പറയുമ്പോൾ ഓൾറെഡി -π ആണ്. ഈ മൈനസും മൈനസും തമ്മിൽ പ്ലസ് ആകും. അപ്പോൾ 1/π π³/3 പ്ലസ് π³/3 ആണ്. ദാറ്റ് ഈസ് 2π³/3 എന്നാണ്. ഓക്കെ, ഈ പൈയും ഒരു പൈയും ക്യാൻസലായി, വിച്ച് ഇസ് ഈക്വൽ ടു 2π²/3. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 2π²/3 എന്നുള്ളത് കിട്ടി. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2π²/3 ആണ്. ഇനി bn സ്ക്വയർ കണ്ടുപിടിക്കണം. റൈറ്റ് ഹാൻഡ് സൈഡിൽ bn സ്ക്വയർ ആയിരുന്നു. bn എന്ന് പറയുന്നത് നമുക്കറിയാം -σn ഈക്വൽ ടു 1 to infinity -2/n -1 ഹോൾ റേസ് ടു. ഇതും സ്ക്വയർ ചെയ്യണം. bn സ്ക്വയർ ആണ്, ഇസ് ഈക്വൽ ടു 2n ആണ്. -1 റേസ് ടു 2n എന്ന് പറയുമ്പോൾ അതൊരു ഈവൻ ആണ് അല്ലേ? -1 റേസ് ടു ഒരു ഈവൻ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് 1 ആണ്. ഇവിടെ ഒരു ഓഡ് നമ്പർ ആയിരുന്നെങ്കിൽ അത് -1 ആയിട്ട് തന്നെ റിമെയിൻ ചെയ്തേനെ. അപ്പോൾ ഈ വാല്യൂ നമുക്ക് 1 എന്ന് നമുക്ക് എടുക്കാം. കാരണം എന്താ? 2 × n, 2 × ഏതൊരു നമ്പർ ചെയ്താലും അതൊരു ഈവൻ നമ്പർ ആയതുകൊണ്ട്. ഓക്കെ, bn സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇനി -2ന്റെ സ്ക്വയർ -2 × -2 വിച്ച് ഈസ് പോസിറ്റീവ് 4 ആണ്. അപ്പോൾ 4 നമുക്ക് പുറത്തേക്ക് എടുക്കാം. സിഗ്മ n ഈസ് ഈക്വൽ ടു 1 to infinity 1/n² എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ bn സ്ക്വയർ നമുക്ക് 4 × εn ഈസ് ഈക്വൽ ടു 1 to infinity 1/n² എന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് റൈറ്റ് ഹാൻഡ് സൈഡും ഇത് LHS ആയിരുന്നു. ഓക്കെ, അപ്പോൾ LHS ഈസ് ഈക്വൽ ടു ഇത് RHS ആണ്. RHS ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. പാർസെവൽസ് ഐഡന്റിറ്റിയിൽ നിന്നാണ് നമ്മൾ ഇത് രണ്ടും സെപ്പറേറ്റ്ലി സോൾവ് ചെയ്തിട്ടാണ് ഇക്വേറ്റ് ചെയ്യുന്നത്. അപ്പോൾ LHS ഈക്വൽ ടു 2π²/3 ഇസ് ഈക്വൽ ടു 4σ 1/n² ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ എന്തായിരുന്നു ചോദിച്ചത്? ഈ ഒരു റെപ്രസെൻറ്റേഷൻ ഉപയോഗിച്ച് എന്തിൻ്റെ സം കണ്ടുപിടിക്കണം? 1/n² അല്ലെങ്കിൽ n⁻². ഇല്ല, n⁻² എന്ന് പറഞ്ഞാൽ 1/n² തന്നെയാണ്. അപ്പോൾ സിഗ്മ n ഈക്വൽ ടു 1 to infinity n⁻²ന്റെ സമ്മേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഓൾറെഡി നമുക്ക് ആ സമ്മേഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ദിസ് ഈസ് ഈക്വൽ ടു ഇൻറ്റു 4ലാണ് കിടക്കുന്നത് അല്ലേ? അപ്പോൾ ദിസ് സമ്മേഷൻ ഈസ് ഈക്വൽ ടു 2π²/3 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. ദാറ്റ് ഈസ് സമ്മേഷൻ ഓഫ് 1/n² ഈക്വൽ ടു 4. ഈ 3ന്റെ കൂടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് 2π²/3 × 4 is 12. So we can cancel this π². അതായത് സമ്മേഷൻ ഓവർ n ഈക്വൽ ടു 1 to infinity n⁻² എന്ന് പറയുന്നത് π²
6 ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടി. ഓക്കെ, അതാണ് ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ഫറിയർ സീരീസിൽ നിന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ കരുതരുത്. ഫറിയർ സീരീസിൽ ഒത്തിരി ഡിഫറെൻറ്റ് രീതിയിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഈവൻ ആണോ ഓഡാണോ എന്ന് നോക്കുക. എന്നിട്ട് ഏത് റെപ്രസെൻറ്റേഷൻ തന്നിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ പാഴ്സവൽസ് ഐഡൻറ്റിറ്റി നോക്കിയത്. അല്ലെങ്കിൽ ഫറിയർ സീരീസിൻ്റെ ജനറൽ എക്സ്പ്രഷൻ അറിഞ്ഞിരിക്കണം. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് കോഎഫിഷ്യൻസിന് എങ്ങനെയാണ്, ഓരോ കോഎഫിഷ്യൻ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം. ഇവിടെ ഈവൻ ആണെങ്കിൽ ഓഡാണെങ്കിലും സെപ്പറേറ്റ്ലി നമ്മൾ കോഎഫിഷ്യൻസ് ചിലത് 0 എന്ന് പറയും, പക്ഷെ രണ്ടും അല്ലാത്ത ഫംഗ്ഷൻസും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഓരോ കോഎഫിഷ്യൻറ്റിനും ഓരോ ഇൻ്റഗ്രൽ വാല്യൂസ് ഉണ്ട്, അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇവിടെ നമുക്ക് ഈ അടുത്ത് വരുന്ന CSIR നെറ്റ് എക്സാം ഡിസംബറിലെ ആ എക്സാം എന്ന് പറയുന്നത് ഡിസംബർ 18-നാണ് എക്സാമിൻ്റെ ഡേറ്റ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡേറ്റിലോട്ട് അടുക്കും തോറും എല്ലാവർക്കും ടെൻഷൻ ആയിരിക്കും ഇല്ലേ, എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ച് തീർക്കാനുള്ളത്. ഒത്തിരിയേറെ വാസ്റ്റായിട്ടുള്ള സിലബസാണ്. നെറ്റ് എന്ന് പറയുന്ന അത്യാവശ്യം ടഫസ്റ്റ് ആയിട്ടുള്ളൊരു എക്സാം തന്നെയാണ്. വളരെ പാസ് പെർസെൻറ്റേജ് കുറയുന്ന ഒരു എക്സാം തന്നെയാണ്. അപ്പോൾ അതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടോപ്പിക്സിലും ഡീറ്റെയിൽ ആയിട്ട് കോൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് പ്രോബ്ലംസ് വരുമ്പോൾ ആ പ്രോബ്ലത്തിൻ്റെ രീതി അനുസരിച്ച് മനസ്സിലാക്കി നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കോൺസെപ്റ്റ് ആദ്യം നമുക്ക് ക്ലിയർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ CSIRൻ്റെ നെറ്റ് വരുന്ന JRF വിക്ടറി ബാച്ച് അല്ലെങ്കിൽ കോൺക്രർ ബാച്ച് എന്ന് പറയുന്നത് ഫുള്ളി എല്ലാ കോൺസെപ്റ്റുകളും ക്ലിയർ ആയിട്ട് നമുക്ക് അവൈലബിൾ ആക്കിക്കൊണ്ടുള്ള ഒരു കോഴ്സാണ്. അതിൽ കൂടുതലും മാത്തമാറ്റിക്കലാണ് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അല്ലേ. 9 പേപ്പേഴ്സ് ഉണ്ട്. അതിൽ മാത്തമാറ്റിക്കൽ ഫിസിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേപ്പറാണ്. അത് പഠിച്ചാലേ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക്കും ബാക്കിയെല്ലാം വെക്ടർ കാൽക്കുലസും എല്ലാം വളരെ എളുപ്പത്തിൽ ഇൻ്റഗ്രേഷനും ഡിഫറൻഷിയേഷൻ ഇതെല്ലാം നമുക്ക് തറവായാലേ ക്വസ്റ്റ്യൻസ് വളരെ ചുരുങ്ങിയ ടൈമിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു 75 ക്വസ്റ്റ്യൻസോളം വരുന്ന ഈ ഒരു എക്സാമിൽ നമുക്കൊരു 55 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ആ 55 ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ വൈസായിട്ട് ടൈം മാനേജ്മെൻറ്റോട് കൂടെ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് പ്രാക്ടീസാണ് വേണ്ടത്. നമ്മൾ ഒത്തിരിയേറെ PYQs ഇവിടെ ചെയ്യിക്കുന്നുണ്ട്. നെറ്റിനാണെങ്കിലും വളരെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഭാഗത്തു നിന്നുള്ള PYQs ഒരു ക്വസ്റ്റ്യൻ പോലും റിപ്പീറ്റഡ് ആയിട്ട് വരില്ല നെറ്റ് എക്സാമിന്. പക്ഷെ എന്നാലും എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ളത് നമുക്ക് PYQs നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിവിടെ CSIRൻ്റെ ബാച്ചിലുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് വീക്ക്ലി നമുക്ക് 2 വീക്ക് ടെസ്റ്റുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ മന്ത്ലി ടെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ടോപ്പിക്സ് കഴിയുന്നതിനനുസരിച്ച് റിവിഷൻ ടെസ്റ്റുകളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എല്ലാ കോൺസെപ്റ്റുകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മോക്ക് എക്സാമുകൾ ഒത്തിരിയേറെ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പേടി മാറുള്ളൂ. എക്സാമിനോടുള്ള ആ ഒരു ഭയം മാറണമെങ്കിൽ ഒരു 2-3 മോക്ക് ടെസ്റ്റ് എങ്കിലും നമ്മൾ മെയിൻ എക്സാമിന് മുന്നേ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഇവിടെ ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടുള്ള ഒരു കോഴ്സാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയാനായിട്ട് ഈ വരുന്ന ഡിസംബർ എക്സാം ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് കാണുന്ന ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അടുത്ത കുറേ PYQs ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.